ഇന്ന് സോഷ്യൽ മീഡിയ ആപ്പുകൾ തുറന്നാൽ ഒരു പെൻഗിൻ എല്ലാത്തിൽ നിന്നും അകന്ന് നേരെ മലനിരകളിലേക്ക് നടന്നു നീങ്ങുന്ന കാഴ്ച കാണാത്തവർ ചുരുക്കമാണ്. ആരാണിവൻ? എന്താണ് ഇതിന്റെ പിന്നിലെ രഹസ്യം? എന്തിനാണ് അതിങ്ങനെ നടന്നകന്നത്? പലരും ഇതിപ്പോൾ തന്നെ അറിഞ്ഞിട്ടുണ്ടാകാം. അറിയാത്തവർക്കായി പറയാം. ഒരു പെൻഗിൻ തന്നോടൊപ്പമുള്ളവരെല്ലാം വിട്ടകന്ന് ഏകദേശം 70 കിലോമീറ്ററോളം ദൂരെയുള്ള പർവ്വത നിരയിലേക്ക് നടന്നു നീങ്ങുന്നതാണ് ദൃശ്യത്തിലുള്ളത്. വെർണർ ഹെർസോഗിന്റെ 2007 പുറത്തിറങ്ങിയ എൻകൗണ്ടേഴ്സ് അറ്റ് ദ എൻഡ് ഓഫ് ദ വേൾഡ് എന്ന ഡോക്യുമെന്ററിയിൽ നിന്നുള്ളതാണ് ഈ ഒരു വീഡിയോ ദൃശ്യം. ഇതിന്റെ അവസാനം ചോദിക്കുന്ന ചോദ്യമുണ്ട്. അതെ, എന്തിനായിരുന്നു ആ ഒരു തിരിഞ്ഞു നടത്തം? പെൻഗിനുകൾ സാധാരണയായി കൂട്ടം തെറ്റി പോകാറില്ല. അവർ ഒരു കോളനി പോലെയാണ് കഴിയുന്നത്. അവിടെയാണ് ഈ ഒരു പെൻഗിൻ വ്യത്യസ്തമായതും. ജീവിതത്തോട് കലഹിക്കുന്നവരുടെയും ഏകാന്തത ഇഷ്ടപ്പെടുന്നവരുടെയും അല്ലെങ്കിൽ ജീവിതം തന്നെ ഉപേക്ഷിച്ചതിന്റെയും ഒക്കെ പ്രതീകമായി മാറുകയാണ് ഈ ഒരു പെൻഗിൻ. അവരവരുടെ കംഫർട്ട് സോണുകളെ ബ്രേക്ക് ചെയ്തുകൊണ്ട് വേർട്ട് നടക്കുന്നവനെ വിജയിക്കാനാകൂ എന്നതിന്റെ പ്രതീകമായിട്ടും പലരും ഇപ്പോൾ ഇതിനെ കാണുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ ഈ വീഡിയോ കാണുന്നവർ ഓരോരുത്തരും അവരുടേതായിട്ടുള്ള ഓരോ ഇന്റർപ്രിട്ടേഷനുകൾ നൽകുകയാണ് ഈ ഒരു പെൻഗിന്റെ നടത്തത്തെക്കുറിച്ച്. ഈ ഒരു വീഡിയോ കാണുന്ന പുതിയ യുവത്വങ്ങളെ ഇത് വല്ലാതെ സ്വാധീനിക്കുന്നത് കൊണ്ടാകാം വർഷങ്ങൾക്ക് ഇപ്പുറവും ഇത് വൈറലായി മാറുന്നത്. നെഹിലിസ്റ്റ് പെൻഗിൻ എന്നാണ് ഇന്റർനെറ്റ് ലോകം ഈ ഒരു പെൻഗിനെ വിളിക്കുന്നത്. നെഹിലിസം എന്നാൽ ശൂന്യതാവാദമാണ്. അതായത് ജീവിതത്തിന് പ്രത്യേകിച്ച് യാതൊരു ഉദ്ദേശവുമില്ലെന്നും നാം വെറുതെ ജീവിച്ച് മരിക്കുന്നു എന്നുമുള്ള വാദമാണിത്. എന്തു തന്നെയായാലും ഈ ഒരു പെൻഗിന്റെ ഒറ്റയ്ക്കുള്ള ഈ ഒരു തിരിഞ്ഞു നടത്തം ഇപ്പോൾ ലോകത്താകമാനമായി സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിയിരിക്കുകയാണ്.